the brown color chip, my pillar chip, right from the top, boy, that. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 12 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കർ വരുന്ന ബോക്സാണ്. അങ്ങനെ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് സ്പീക്കർ സെറ്റ് ചെയ്യുന്നു, ട്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബോക്സിൽ റൗണ്ടിലാണ് ട്യൂട്ടറിനുള്ളത് കട്ട് ചെയ്തിട്ടേക്കുന്നത്. നമ്മളത് സ്ക്വയറിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 2 ട്യൂട്ടറും 2 ഫുൾ റേഞ്ച് സ്പീക്കറും സെറ്റ് ചെയ്യുന്നു, ടെസ്റ്റ് അടിക്കുന്നു. ഓപ്പൺ ഏരിയയിൽ വെക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ത്രോ കിട്ടുന്നുണ്ട്, ബേസ് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ട്യൂട്ടർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കട്ടിങ് സെറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണുക, ജസ്റ്റ് ബിഗിനേഴ്സ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഫുൾ റേഞ്ച് സ്പീക്കറുള്ള ബോക്സുകൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ കൊണ്ടുവന്ന് വെച്ച് നല്ല സൗണ്ടിൽ ത്രോ അടിച്ച് നമുക്ക് പാട്ടൊക്കെ ഇടാം, അല്ലെങ്കിൽ ചെറിയ ഫംഗ്ഷൻ നടത്താം, പ്രസംഗം കാര്യങ്ങളൊക്കെ നടത്താമെന്നാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ടെസ്റ്റ് ചെയ്യാം. ഇതിലത്തെ 2 ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ത്രോ, ഒരു ഏരിയ എത്രത്തോളം കവറേജ് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ട്യൂട്ടർ കൊണ്ടുവരാം. ഇതാണ് നമ്മുടെ ട്യൂട്ടർ എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കരമായ സംഭവമൊന്നുമല്ല, 150 രൂപ വിലയുള്ളൂ മില്ലീനിയത്തിൻ്റെ ട്യൂട്ടർ. നോർമലി ഇങ്ങനെയുള്ള ചെറിയ ബോക്സുകളിലൊക്കെ ഇത് മതിയാകും. ഇതിൻ്റെ കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു ട്യൂട്ടർ വരുന്നത്. അപ്പോൾ ഈ ഒരു വലിയ ട്യൂട്ടർ ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഹോളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇവിടെ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് വെക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ കോഡ്, അതുപോലെ തന്നെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കട്ടിങ്ങും ഒരു ഇതും എടുത്തിട്ടുണ്ട്, ആരോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജിക്സോ കട്ടർ നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം തൊട്ട്, സ്ക്രൂ ചെയ്യുന്ന ഭാഗമല്ല, ഈ ഒരു ഭാഗം തൊട്ട് എത്ര സൈസ് ഉണ്ടെന്ന് നോക്കുക. ഈ ഹോളിന് സെൻറ്ററാക്കുക. കുറച്ചധികമാണ് എങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പും ഒരേപോലെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. ആ രീതിയിൽ സെറ്റ് ചെയ്യുക. ബ്ലേഡ് വെച്ച് മാർക്കിങ് ചെയ്യുക, കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് ബ്ലേഡ് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പരസ്യം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഭാഗം മാത്രം നമുക്ക് വരും. എന്നിട്ട് വെച്ച് നോക്കുക. ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് നോക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം തന്നെയാണോ വരുന്നത് എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഉദ്ദേശിച്ച സംഭവം തന്നെയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരും. അതുപോലെ തന്നെ ഇത് കറക്റ്റ് സൈസ് തന്നെയാണോ എന്നുള്ളത് നോക്കുക. ഇനിയുള്ളൊരു കൺഫ്യൂഷൻ, ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഒരു ഭാഗം ഇതിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്ര ഭാഗം എന്തായാലും കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയുള്ളൊരു സ്കില്ലില്ലാത്തതുകൊണ്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തു. കുറച്ച് മെസ്സായി, കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. പിന്നെ അല്ല, രോഗി ചുറ്റും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറയുന്നത് ഈ ഒരു കട്ടിങ് എന്തായാലും ഉപകാരമായി. നമുക്ക് ഈ ഒരു സാധനം അകത്തേക്ക് ഇറക്കി വെക്കാനായിട്ട് ഈ ഒരു ഭാഗം വഴി സിമ്പിളായിട്ട് കയറിപ്പോയി. ഇത് കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ബോക്സിൻ്റെ പരിപാടി കഴിഞ്ഞെന്നല്ല, റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒന്ന് വൃത്തിയാക്കിയേക്കാം, ഒന്ന് ലെവൽ ചെയ്ത്. ഇതിപ്പോൾ ലെവലാണ് സംഭവം. സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്ത് പിടിച്ചിട്ട് സ്ക്രൂ ചെയ്താൽ മതി. സംഭവം ഓക്കെയാണ്, സംഭവം പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോക്സ് ക്ലീൻ ആയിട്ടുണ്ട്, ഒക്കെ നീറ്റായി എന്ന് പറയുന്നില്ല, കുറച്ച് പൊട്ടിയിടയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ലൈറ്റ് പോകുന്നു, വീഡിയോ ഷൂട്ട് ചെയ്ത് തീർക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം. പിന്നെ സ്പീക്കർ ഞാൻ ഓൾറെഡി വെച്ച് നോക്കിയതാണ്. കറക്റ്റ് കട്ടിങ് ആണ്, കറക്റ്റ് സിറ്റിംഗ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടും ഒരു ഇതുമില്ല, കറക്റ്റ് കട്ടിങ്. അതുകൊണ്ട് അതിലേക്ക് നമുക്ക് തൊടാൻ പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഇതിവിടെ സെറ്റായി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ബോക്സിലേക്ക് പോകാം. നമുക്കിത് മാറ്റാം. ഇതിൻ്റെ പണി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 2 ബോക്സും കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു.
ഇനി നമുക്ക് സ്പീക്കറൊക്കെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ സ്പീക്കറെല്ലാം ഞാൻ വെച്ച് നോക്കി, ട്യൂട്ടറെല്ലാം വെച്ച് നോക്കി, ഒരെണ്ണെടുത്ത് അകത്ത് വെച്ചു. അപ്പോൾ സംഭവം സന്ധ്യയായി. നമുക്ക് മെഷീൻ തിരിച്ച് വാടകയ്ക്ക് കൊടുക്കാം. വാടകയ്ക്ക് വാങ്ങിച്ചത് തിരിച്ച് കൊടുക്കാം. എല്ലാം എടുത്ത് തിരിച്ച് വെക്കാം. ഇനി നമുക്ക് ഒരു യാത്ര പോയിട്ട് വന്നിട്ട് നൈറ്റ് നമുക്ക് സ്പീക്കർ സെറ്റ് ചെയ്യാം. ഗ്രില്ല് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെക്കുന്നുള്ളൂ, സ്പീക്കർ കാണാനുള്ളൊരു ഇതുകൊണ്ട്. അതെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ആംപ്ലിഫയർ ആണെങ്കിലും ക്യാബിൻ തുറന്ന് വെച്ചിട്ടായിരിക്കും പലരും പാട്ട് കേൾക്കാറ്. നമ്മൾ തന്നെ ചെയ്തൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് പാട്ട് കേൾക്കുള്ളൂ. അപ്പം അതുപോലെ കുറച്ച് നാളത്തേക്ക് കവറില്ലാതെ നോക്കാം. പിന്നെ പുറത്തേക്കൊക്കെ ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും നെറ്റില്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സേഫ് അല്ല. അപ്പം നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബോക്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി തീർന്നിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതുകൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താത്തത്. അപ്പോൾ ഈ ഒരു സ്പീക്കർ ബോക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ചെറിയ ചെറിയ ഫംഗ്ഷനൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഉപകാരപ്പെടുക. അല്ലാതെ ഒരു വലിയൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ലെവലിലേക്കല്ല. അത്യാവശ്യം ഒരു ഏരിയ കവർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു പവറുള്ള ആംപ്ലിഫയറിൽ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു 200+200 വാട്ട്സ് എന്നുള്ള രീതിയിലുള്ള വർക്കിംഗ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ കൂടുതൽ ടെസ്റ്റിംഗ് വീഡിയോസ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ടെസ്റ്റിംഗ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അപ്പോൾ നമ്മുടെ മലയാളം സോങ്ങുകളൊക്കെ ഇട്ട് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്ക് പേജിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും അത് കാണാൻ താല്പര്യമുള്ള നമ്മുടെ പേജും കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അതിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനൊരു ടോട്ടൽ പ്രൈസ് ഏകദേശം വരുന്ന പറഞ്ഞാൽ ഒരു ബോക്സിനായ ചിലവെന്ന് പറഞ്ഞാൽ 4500 ആ ഒരു റേഞ്ചാണ് വന്നത്. കാരണം ഈ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തതാണ്. ഏകദേശം 2700 രൂപ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറിന് വരുന്നുണ്ട്. പിന്നെ ട്യൂട്ടറിന് 150 രൂപ, ബോക്സിന് ഏകദേശം 1350, പിന്നെ അതിനകത്ത് നെറ്റ്വർക്ക് ബോർഡ്, പിന്നെ വയർ, അതുപോലെ തന്നെ ഉള്ളിൽ വെച്ച വോളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് ചാർജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 4500 എറൗണ്ടാണ്. ചിലപ്പോൾ അതിൽ കൂടാം കുറയാം, ഡിപ്പെൻസ് ആണ്. അപ്പം ഈ ഒരു ബോക്സ് അസംബിൾഡായിട്ടുള്ള മീൻസ് റെഡിമെയ്ഡായിട്ട് വരുന്ന ഈ ഒരു ബോക്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എറണാകുളം ഫെൻഡ ഇലക്ട്രോണിക്സിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കാലിറ്റിയുള്ള ഏത് ഷോപ്പിലും ഈ ഒരു 12 ഇഞ്ച് സ്പീക്കർ വരുന്ന ബോക്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1500-1300 രൂപ വിലയായിരിക്കും ഇതിന് വരിക. അപ്പോൾ ഒരു അടിപൊളി സാധനം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമ്മുടെ പരിപാടി നടക്കും. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ കൊണ്ടുവെക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് തള്ളി നമുക്ക് നമ്മുടെ പർപ്പസ് വർക്കൗട്ട് ആവുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആ ഒരു ഏരിയ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ വീട് നോക്കുകയാണെങ്കിൽ ജംഗ്ഷനിലാണ് ഇവിടെ. അപ്പോൾ ആ ഒരു ജംഗ്ഷൻ അത്യാവശ്യം കവർ ചെയ്യുന്ന രീതിയിൽ സൗണ്ട് ഈ ഒരു സ്പീക്കറിൽ നിന്ന് തള്ളി വരുന്നുണ്ട്. നല്ല രീതിയിലുള്ളൊരു ആംപ്ലിഫയർ നമുക്ക് വേണമെന്നുള്ളതാണ് അതിനകത്ത് അറിയേണ്ട ഒരു കാര്യം. ഇപ്പം പ്രൊഫഷണൽ അല്ല, പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ കല്യാണം, ചെറിയൊരു പാർട്ടി പരിപാടി അല്ലെങ്കിൽ അംഗൻവാടിയിലെ ചെറിയൊരു പ്രോഗ്രാമിനൊക്കെ കൊണ്ടുവെക്കാൻ പറ്റിയൊരു ബോക്സ് മാത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്യുക, കാരണം എങ്കിലേ അതിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൈതോല പായ കൊണ്ടു when you need my I'm here when you need my
വരല്ലേ വായോ